ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ വീണ്ടും ഒരു വലിയ വിപ്ലവത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ചർച്ചയാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഹൈ പ്രൊഫൈൽ സന്ദർശനമാണിത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ സന്ദർശനം വെറും ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വമ്പൻ തന്ത്രമാണ്. ഇസ്രായേലിലെ ടെലവീവിൽ എത്തുമ്പോൾ മോദിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ഡീൽ കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധം മുതൽ വ്യാപാരം വരെ നീളുന്ന ഈ നിർണായക യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ നെടും തൂണ് ഡിഫൻസ് തന്നെയാണ്. റഷ്യയെ പോലെ തന്നെ ഇന്ത്യയുടെ വിശ്വസ്തനായ ഒരു ഡിഫൻസ് പാർട്ട്ണറാണ് ഇസ്രായേൽ. ഈ സന്ദർശനത്തിൽ ബാരക് 8 മിസൈൽ സിസ്റ്റം, സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയുടെ അപ്ഗ്രഡേഷനെ കുറിച്ച് നിർണായക ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകളിൽ ഇസ്രായേൽ ലോക നേതാക്കളാണ്. അവരുടെ വിഖ്യാതമായ അയൺ ഡോം സാങ്കേതിക വിദ്യയുടെ ചില ഘടകങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനെ കുറിച്ച് മോദിയും നെതന്യാഹുവും സംസാരിച്ചേക്കാം. ആധുനിക ഡ്രോണുകളെ നേരിടാൻ ഇസ്രായേലിന്റെ സഹായം ലഭിക്കുന്നത് നമ്മുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. പ്രതിരോധം കഴിഞ്ഞാൽ അടുത്ത പ്രധാന വിഷയമെന്ന് പറയുന്നത് ട്രേഡാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സംബന്ധിച്ച് വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സന്ദർശനത്തിലൂടെ ഇതിലൊരു അവസാന തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ഇസ്രായേലിനുള്ള വൈദഗ്ധ്യം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ സഹായകമാകും. അടുത്തതായിട്ട് അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലും വലിയ വിപ്ലവമാണ് ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ സാങ്കേതിക വിദ്യ കൂടുതൽ ഇന്ത്യൻ കർഷകരിലേക്ക് എത്തിക്കാനും കൃഷിയിൽ AI ഉപയോഗിക്കുന്നതിനെ കുറിച്ചും മോദി ചർച്ചകൾ നടത്തും. ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളെ പച്ചപ്പിലേക്ക് മാറ്റാൻ ഇസ്രായേൽ മോഡൽ നമുക്ക് മാതൃകയാക്കാം. ഭീകരവാദത്തെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരേ തട്ടിലാണ്. സൈബർ സുരക്ഷ മുതൽ രഹസ്യാന്വേഷണം വരെ നീളുന്ന സഹകരണം ഈ യാത്രയോടെ കൂടുതൽ ശക്തമാകും. റീജിയണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിനായി രണ്ട് രാജ്യങ്ങളും ചേർന്ന് പുതിയൊരു സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് വികസിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രധാനമന്ത്രി മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള കെമിസ്ട്രി ലോകം പല തവണ കണ്ടതാണ്. ഈ സൗഹൃദം നയതന്ത്ര ചർച്ചകളെ കൂടുതൽ എളുപ്പമാക്കുന്നു. വിദേശ നയത്തിൽ ഇസ്രായേലിനെ ഒരു സ്ട്രാറ്റജിക് അലയായി കാണുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. ഈ സന്ദർശനത്തെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയിലെത്തുന്നത് മേഖലയിലെ പവർ ബാലൻസ് മാറ്റുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ബാലൻസ്ഡ് അപ്രോച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മാന്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഇസ്രായേൽ യാത്ര വരും ദശാബ്ദങ്ങളിലെ ഇന്ത്യയുടെ വളർച്ചയുടെ വേഗത നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. അത് ആയുധങ്ങളുടെ കാര്യത്തിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനുള്ള ചുവടുവയ്പ്പാണ് ഈ സന്ദർശനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.